പുതിയ ബ്രസയാണ്, സ്മാർട്ട് ഹൈബ്രിഡാണ്, ഏറ്റവും പുതിയ ബ്രസ. ഇതിലേക്ക് ചെയ്തിരിക്കുന്ന ഒരുപാട് ആക്സസറീസുകളുണ്ട്. എന്തൊക്കെയാണെന്നല്ലേ, ഒരു ബേസ് മോഡൽ ബ്രസ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഈ വാഹനത്തിലേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. ഓരോ ആക്സസറീസും നമ്മൾ കൃത്യമായിട്ട് വാറണ്ടി പോകാതെ വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെയാണ് നമ്മളുടെ ഓരോ ഫിഗ്മെൻറ്റും നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് അറിയാൻ ഇതുപോലെ ബ്രസ ബുക്ക് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ബ്രസ വന്നിരിക്കുന്നത് വടക്കാഞ്ചേരി അപ്പുറം പഴയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. മൂന്നാൾ വന്നിട്ടുണ്ട്, പക്ഷെ ഒരാളവിടെ ഭയങ്കര കോളിങ്ങിലാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയാണ് ഈ വണ്ടി. അപ്പോൾ വർക്കുകളും കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് നമ്മൾ ചോദിക്കണ്ടേ. പറയൂ. പൂർണ്ണമായിട്ടും അതെ, നമ്മുടെ ബേസ് മോഡലാണ് എടുത്തത്. മോഡലിലേക്ക് മാറ്റാൻ നല്ല ആഗ്രഹമായിട്ടാണ് ഞാൻ ആളെ വിളിച്ചത്. അതെ, അത് വേണ്ട രീതിയിലാണ് ചെയ്തു തന്നിട്ടുണ്ട്. മാക്സിമം 360 ഡിഗ്രി ക്യാമറ ആയാലും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്പീക്കേഴ്സ് ആയാലും നന്നായിട്ടുണ്ട്. ഇൻഫിനിറ്റിയുടെ സ്പീക്കേഴ്സാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഫ്രണ്ടിൽ കോമ്പോണന്റും ബാക്കിൽ കോയാക്സിലാണ് നമ്മൾ ചെയ്തത്. അതുപോലെ നമ്മുടെ ബേസ് എടുക്കുമ്പോൾ ആകെയുള്ള ടെൻഷൻ ആയിരുന്നു ബാക്കിലെ ഹെഡ്റസ്റ്റ്. അത് നമുക്കൊരു ഹെഡ്റസ്റ്റും നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്ക് 2 ഹെഡ്റസ്റ്റ്, സീറ്റ് കവർ അതിന്റെ കൂടെ തന്നെ സീറ്റ് കവർ നമ്മൾ ചെയ്തു. അതുപോലെ ടച്ച് സ്ക്രീൻ ആയാലും നന്നായിട്ട് നല്ല രീതിയിൽ വർക്കിംഗ് ആണ്. നല്ല എല്ലാത്തിനും നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ്. സ്ക്രീനും അതുപോലെ തന്നെ ക്യാമറയും സാധനങ്ങൾക്ക് എല്ലാത്തിനും നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ്. ഫോഗ് ലാമ്പ് ആയാലും പിന്നെ നമ്മൾ ഫോഗ് ലാമ്പാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്കുകളൊക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ടോ? വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതേപോലെ ബ്രസ് എടുത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ വെയിറ്റിംഗിലാണ് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവരോട് കൂടി നമുക്ക് എന്ത് പറയാം, ബേസ് എടുത്തവർക്ക് വേറൊരു ഓപ്ഷൻ ചിന്തിക്കണ്ട, വരിക ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ല നീറ്റ് വർക്കാണ്. നമുക്ക് തന്നെ നിന്ന് കണ്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ താങ്ക് യു നിങ്ങൾ വന്നതിനും. ഓക്കെ, ഈ വണ്ടിയിലേക്ക് നമ്മൾ 360 ഡിഗ്രി ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് പേടിയുണ്ട്, വാറണ്ടി പോകുമോ, കമ്പനി സ്റ്റീരിയോ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി ഇഷ്യൂ വരുമോ എന്നുള്ള ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. വയർ കട്ടിങ്ങോ വാറണ്ടി പോകുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇതിലിപ്പോൾ നമ്മൾ 360 ഡിഗ്രി ക്യാമറ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ബാക്കിലേക്ക് വരുന്ന ഹെഡ്റസ്റ്റ്, അതിലേക്ക് ബേസ് മോഡൽ വണ്ടിക്ക് ഹെഡ്റസ്റ്റ് ഉണ്ടാവില്ല, കാലി സീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ബാക്കിലേക്ക് 2 ഹെഡ്റസ്റ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഈ വാഹനത്തിൻ്റെ മുകളിൽ കാണുന്ന ഈ ബാറ്, ഇതൊരു LXI മോഡൽ ബേസ് മോഡൽ ഒരു വാഹനം വരുമ്പോൾ ഈ ഒരു ബാറ് ഉണ്ടാവില്ല. അത് നമ്മൾ ഇപ്പോൾ സെപ്പറേറ്റ് നമ്മൾ പിടിപ്പിച്ച ഒരു ഇതാണ് കേട്ടോ. ഇത് ഫ്രണ്ട് 2 റൂഫ് റെയിൽ എന്ന് പറയും. ഈ 2 റൂഫ് റെയിൽ നമ്മൾ ഇന്ന് ഈ വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തതാണ്. കൂടാതെ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇൻറ്റീരിയറിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റിൻ്റെ വർക്ക് നമ്മൾ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, 4 ഡോറിലേക്ക് ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റമാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് എത്ര രൂപ ബഡ്ജറ്റിൽ നമുക്കൊരു സിസ്റ്റം ചെയ്യാം, അതുപോലെ തന്നെ സീറ്റ് കവർ ചെയ്യാം, അതുള്ള എല്ലാം അടങ്ങിയ ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന വർക്കുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പുറമായിട്ടൊന്ന് കാണിച്ചു തരാം. 60 ഡിഗ്രി ക്യാമറ അതേ ബാക്കിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. നമുക്ക് 360 ഡിഗ്രി ക്യാമറയുടെ ഒരു ബാക്ക് ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മുടെ മിററിന് വരുന്ന ഒരു ക്യാമറ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണ്. നമ്മുടെ മിററിന് വരുന്ന ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലേക്ക് ഒരു ക്യാമറ ഇതാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് വരുന്ന ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ വരുന്ന മിററുമേ അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വരുന്ന ക്യാമറയാണ് കേട്ടോ അത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കാറിൻ്റെ ഒരു വ്യൂ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ സ്ക്രീനിൽ നമുക്ക് കാണിച്ചു തരുന്ന 4 ക്യാമറ. അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് പിടിപ്പിച്ചിരിക്കുന്ന ഹെഡ് റെസ്റ്റ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഹെഡ് റെസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഹെഡ് റെസ്റ്റ് 2 എണ്ണം നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് കമ്പനി കൊടുക്കുന്ന മോഡലിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ടൈപ്പ് ഹെഡ് റെസ്റ്റ് ആണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഫോഗ് ലാമ്പിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊന്ന് കാണാം. ഇതുപോലെ കമ്പനി കൊടുക്കുന്ന ഹെഡ്ലൈറ്റ് എങ്ങനെയാണോ അതുപോലെയുള്ള ഒരു ഫോഗ് ലാമ്പിൻ്റെ ബൾബാണ് കേട്ടോ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ LED ഫോഗ് ലാമ്പൊക്കെ ഫിറ്റ് ചെയ്യാറുണ്ട്. ഇത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം തന്നെയാണ് നമ്മൾ ഈ യെല്ലോ ഷെയ്ഡിലുള്ള ഹലോജൻ ബൾബ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. 360 ഡിഗ്രി ക്യാമറയാണ് കേട്ടോ അത് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ വ്യൂ കാണാൻ പറ്റും. 4 ഭാഗം നമുക്ക് ഇതേമാതിരി കാണാൻ പറ്റും കേട്ടോ.
ഇത് നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാറിൻ്റെ 4 ഭാഗം നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. ഇതാണ് 360 ഡിഗ്രി ക്യാമറ കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം. ഇനി നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു വ്യൂ നിങ്ങൾക്കിതിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. നമ്മുടെ കാറിൻ്റെ ലെഫ്റ്റ് സൈഡ് ഫുള്ളായിട്ട് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമുക്ക് 360 ഡിഗ്രി ക്യാമറയിൽ ഏറ്റവും ഈസിയാണെന്ന് പറയുന്ന ഒരു ഭാഗം. ഇനി നമുക്ക് അടുത്തത് നെക്സ്റ്റ് നമ്മൾ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടാൻ പോവുകയാണ് കേട്ടോ. റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഇതുപോലെ നമുക്ക് റൈറ്റ് സൈഡ് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് നമുക്ക് 360 ഡിഗ്രി ക്യാമറകൾ കൊണ്ടുള്ള ഗുണം. ഒരു സൈഡിൽ നമുക്ക് മുഴുവനായിട്ട് നമുക്ക് എല്ലാ ഭാഗവും നമുക്ക് ഇതേമാതിരി കാണാൻ പറ്റും. പിന്നെ നമ്മളത് ചെയ്തിരിക്കുന്ന സീറ്റിൻ്റെ വർക്ക് ചെയ്താണ് കേട്ടോ. ഡയമണ്ട് കട്ടിങ്, അതുപോലെ തന്നെ ഒരു ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വണ്ടിയിലേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ചെയ്തിരിക്കുന്നത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതുപോലെ തന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് കോമ്പോണൻറ്റ് 2 ഡോറ്, പിന്നെ ബാക്കിലേക്ക് വരുന്ന 2 കോയാക്സിൽ സ്പീക്കേഴ്സ്, ഇതെല്ലാം നമുക്ക് ഫിഗ്മെൻറ്റ് 8500 നമുക്ക് 4 ഡോറിലേക്കും നമ്മുടെ ഫിഗ്മെൻറ്റ് കാര്യങ്ങൾ എല്ലാം അടക്കം വരുന്നത്. ഞാൻ ഇത്രയും ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ വേറെ ചാർജുകളൊന്നുമില്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. കൃത്യമായിട്ട് 8500 നമ്മുടെ ഫുൾ റേറ്റ് വരുന്നത്. കൂടാതെ നമ്മൾ ചെയ്തിരിക്കുന്ന സീറ്റിൻ്റെ വർക്കിന് നമുക്ക് 5500 രൂപയാണ് നമ്മുടെ സീറ്റിൻ്റെ വർക്കിന് നമുക്ക് വരുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്ന ബാക്കിലെ ഹെഡ് റെസ്റ്റ് നമ്മൾ അതിൻ്റെ ഫിറ്റ്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ നെക്ക് 2 നെക്ക് അടക്കം നമുക്ക് 3500 രൂപയാണ് നമുക്ക് ഇൻസ്റ്റാളേഷൻ ചാർജ് നമുക്ക് ടോട്ടലി വരുന്നത്. പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഫോഗ് ലാമ്പാണ്. ഫോഗ് ലാമ്പിന് നമുക്ക് 3300 രൂപയാണ് ഇതിൻ്റെ ഫോഗ് ലാമ്പിൻ്റെ റേറ്റ് വരുന്നത്. My friends already told me that I don't wanna listen, 'cause I love the way you hold me, and I don't need a reason, 'cause I don't wanna be. ഇതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസുമായി ഞാനിനി വീണ്ടും വരും. അതുവരെ ടാറ്റ, ബൈ ബൈ.